ഷജാൻ, PV അൻവർ MLA ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറുമാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും നിയന്ത്രിക്കുന്നത് എന്നാണ്. മുഖ്യമന്ത്രി പറയുന്നു അൻവറാണ് സ്വർണ്ണക്കടത്ത് സംഘത്തലവനെന്ന്. അല്പം മുമ്പ് കോഴിക്കോട് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുമെന്നാണ്. അത് അൻവറിനെ ഉദ്ദേശിച്ചാണ്, അൻവറിനെ മാത്രം ഉദ്ദേശിച്ചാണ്. കൂടെ നടക്കുമ്പോൾ, കൂടെ കൊണ്ട് നടന്നപ്പോൾ അൻവർ വിശുദ്ധൻ. അൻവർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ കള്ളക്കടത്തുകാരൻ. സ്വർണ്ണക്കടത്തുകാരൻ എന്നറിഞ്ഞിട്ടും അൻവറെ കൊണ്ട് നടന്നത് കടത്തിൻ്റെ പ്രയോജനം സാമ്പത്തികമായി ലഭിച്ചതുകൊണ്ടല്ലേ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവറും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന മുഖ്യമന്ത്രിയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൻവർ ഒരു സാധാരണ ഇടത് സ്വതന്ത്ര MLA, അയാളാണ് ഒരു വശത്ത്. മറുവശത്ത് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനും എല്ലാ സംവിധാനങ്ങളും തൻ്റെ നിയന്ത്രണത്തിലുള്ള ആ എല്ലാ സംവിധാനങ്ങളെയും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിലും ഒരു മടിയുമില്ലെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതുമായിട്ടുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, മുഖ്യമന്ത്രി. അവരാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. ഞാനൊരു സാധാരണ പൊതുപ്രവർത്തകൻ, ഒരു നിരീക്ഷകൻ. ഞാനിത് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, ഒരു വശത്ത് നിന്നുകൊണ്ട് PV അൻവർ എന്ന് പറഞ്ഞ ഇയാൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കാര്യകാരണ സഹിതമാണ് അയാൾ ഉന്നയിക്കുന്നത്. അയാൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണ്, ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ അയാൾ കസ്റ്റംസിലായിരുന്നു നേരത്തെ. അയാൾക്ക് കസ്റ്റംസ് ഇരുന്നപ്പോൾ ഒരുപാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ പരിചയമുണ്ട്. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കരിപ്പൂർ എയർപോർട്ടിലിരുന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഉടനെ തന്നെ പിടിക്കുന്നതിന് പകരം പിടിക്കാത്ത അവർ പുറത്ത് നിൽക്കുന്ന സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരെ ഇത് അറിയിച്ചു കഴിയുമ്പോൾ പോലീസുകാരിത് പിടിക്കും. ശരിക്കും പോലീസുകാരിത് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ബന്ധപ്പെട്ട കസ്റ്റംസ് അവരെ അറിയിക്കേണ്ടതാണ്. അവരത് അറിയിക്കില്ല. ആ പിടിക്കുന്ന പോലീസുകാർ ആ പിടിക്കുന്ന സ്വർണത്തിൻ്റെ പകുതി അവർ കയ്യിലാക്കും. ഇതാണ് കാര്യകാരണ സഹിതം അയാൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പിടിക്കുന്ന സ്വർണത്തിൽ നിന്ന് ഉരുക്കി, അതായത് ഉരുക്കുമ്പം സ്വർണത്തിൻ്റെ അളവ് കുറയുന്ന ഒരു സാങ്കേതിക വിദ്യ, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് അയാൾ അപ്രൈസർ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം കൊണ്ടുവന്നു. 1 കിലോ ഉരുക്കി കഴിഞ്ഞാൽ ഒരു 250 കിലോ അതിനകത്ത് കുറയുന്ന ഒരു മന്ത്രവിദ്യ അറിയാവുന്ന ആളാണ് ഈ എന്താണ് അവൻ്റെ പേര്, ഉണ്ണി. ആ പാവപ്പെട്ട ഉണ്ണിയുടെ പാവപ്പെട്ട വീടെന്ന് പറഞ്ഞ് അൻവർ കാണിച്ചു. 4 കോടി രൂപയുടെ ഒരു വീട്. അയാൾക്ക് 50 കോടി രൂപയുടെ സ്വത്ത് കൊണ്ടോട്ടി തന്നെ ഉണ്ടെന്ന് തെളിയിക്കുകയും പത്രപ്രവർത്തകരെ വേണമെങ്കിൽ ദുബായിൽ പോലും അയാൾക്ക് സ്വത്തുണ്ടെന്ന് പറയുകയും ചെയ്തു അൻവർ. 1. 2, നമ്മുടെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നും ഈ ADGP അജിത് കുമാർ കൊടുത്ത സ്വർണ്ണക്കള്ളക്കടത്ത്, എനിക്ക് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് എനിക്കങ്ങ് പരമദയനീയമാണെന്ന് തോന്നുന്നത് എന്താണെന്നറിയാമോ? 17 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും 8 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ പാവപ്പെട്ടവൻ്റെ പണി എന്താണെന്നറിയാമോ? ഇപ്പോൾ എല്ലാ ദിവസവും അൻവറിന് മറുപടി കൊടുക്കല ജോലി. ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഏതോ AKG സെൻ്റർ എന്ന് പറഞ്ഞ ഏതോണ്ടൊരു ഹോള് ഉദ്ഘാടനം ചെയ്യുന്ന ഈ 78 വയസ്സുകാരൻ ഏതാണ്ടൊരു 1/2 മണിക്കൂർ എടുത്തിട്ട് അവയുടെ ഒരു ഗതികേട് നമ്മളൊന്ന് ആലോചിച്ചു. പരമദയനീയം എന്നല്ലാതെ നമ്മളെന്താ പറയുന്നത്? എന്നിട്ട് ആ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇപ്പോഴും ഈ അജിത് കുമാർ കൊടുത്ത കണക്ക് ഇങ്ങനെ വായിക്കുകയാണ്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വശത്ത് അൻവർ എന്ന് പറഞ്ഞൊരു MLA, അയാൾ കാര്യകാരണ സഹിതം കണക്കുകളുടെയും രേഖകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ ഉണ്ടാക്കിയിട്ടുള്ള പണത്തിൻ്റെ കാര്യം, സ്വർണം പൊട്ടിക്കലിൻ്റെ കാര്യമൊക്കെ അയാൾ പറയുന്നു. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഈ അൻവർ ഇടയ്ക്ക് ഒരു ദിവസം ഒരു പോലീസുകാരൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് കേൾപ്പിച്ചു. ആ ഓഡിയോ ക്ലിപ്പിങ്ങിൽ പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാൻ പറയുകയാണ്.
ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ പോലീസുകാരൻ പറയുകയാണ്, ദുബായിലുള്ള ഈ റീറ്റെയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റുണ്ട്. കാരണം ആ മാർക്കറ്റിൽ നിന്നാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കേരളത്തിലേക്ക് വരുന്നത്. ആ മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിക്കൊണ്ടു പോകാൻ ഏതു മലയാളി അവിടുന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് മേടിച്ചാലും അത് അജിത് സാറിൻ്റെ സെറ്റ് അറിയുമെന്ന്. ഏത് അജിത് സാറിൻ്റെ സെറ്റ്? എന്താണ് ആ പോലീസുകാരൻ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം നമ്മൾ. അതായത് ദുബായിലെ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുപോകാൻ ഏതു മലയാളി വാങ്ങിയാലും ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള അജിത്ത്, എന്താണ് അവൻ്റെ പേര്, MR അജിത് കുമാറിൻ്റെ ആളുകൾ അറിയൂന്ന്. എങ്ങനെയുണ്ട് നമ്മൾ? ഇതൊക്കെയാണ് ഒരു വശത്ത് നിന്ന് ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇടതുപക്ഷ സ്വതന്ത്ര MLA നമ്മളോട് പറയുന്നത്. അത് നമ്മുടെ മുന്നിലുണ്ട്, ഒരു വിവരമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. മറുവശത്ത് നമ്മുടെ ഭരണഘടനാ തലവൻ വന്നിട്ട് പറയുകയാണ്, 2021 ഇത്ര സ്വർണം പിടിച്ചു, 2022 ഇത്ര സ്വർണം പിടിച്ചു, 2023 ഇത്ര സ്വർണം പിടിച്ചു എന്ന് കണക്ക് പറഞ്ഞിട്ട് പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൻ്റെയിലുള്ള തെളിവ്, അതായത് അൻവർ പറഞ്ഞതിനുള്ള തെളിവ് ഇതാണ്, ഈ സാധനം, ഈ രേഖ, ഇതാണ് ഇയാളുടെ കയ്യിലുള്ള തെളിവ്. ഞാൻ ചോദിക്കുന്നത്, ഇയാൾക്ക് അവരുടെ ലജ്ജയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് ലജ്ജയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം PV അൻവർ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. PV അൻവറിൻ്റെ കയ്യിൽ പോലീസും സംവിധാനങ്ങളൊന്നും ഇല്ലെന്നുള്ള ഉറപ്പാണല്ലോ. ഇയാളുടെ കയ്യിൽ എല്ലാ സംവിധാനവും ഇല്ലേ? പോലീസ് മുഴുവൻ ഈ പിണറായി വിജയൻ്റെ കൈയുടെ കീഴിലല്ലേ ഉള്ളത്. അയാൾക്ക് ബന്ധമില്ലാത്ത ഏത് ഗൾഫ് രാജ്യമാണ് ഉള്ളത്? എല്ലാ ഗൾഫ് രാജ്യത്തും അയാൾക്ക് അധികൃതവും അനധികൃതവുമായിട്ടുള്ള ബന്ധം കിടക്കുകയല്ലേ. ഇയാൾ മിനിറ്റുകൾ കൊണ്ട് ഈ അൻവറിന് കള്ളക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്ന ഒരൊറ്റ അടിയോടെ തീർന്നില്ലേ? അൻവർ പൊട്ടിയില്ലേ? അതെ. എന്നാൽ അൻവർ ഒരു മാസമായി ഈ കണ്ണിക്കണ്ട തെളിവുകളും രേഖകളും എല്ലാം പുറത്തു വിട്ടിട്ടും ഇന്നീ നിമിഷം വരെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ഊതിപ്പൊരിപ്പിച്ച ബലൂണിന് 1/4 പൈസയുടെ തെളിവ്, ഒരു കീറക്കടലാസിൻ്റെ തെളിവ് ഈ PV അൻവറിനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞാൽ അൻവർ നിലംപരിച്ചായില്ലേ? അതിന് വരെ ഈ പാവപ്പെട്ടവൻ ഇപ്പോഴും ഈ അജിത് കുമാർ വിളിച്ചു പറയുന്ന കുറേ കണക്കുകൾ, കുറേ കണക്കുകൾ ഇയാൾ വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചാൽ ആർക്കാണ് പൊള്ളുന്നത്? ആർക്കാണ് പൊള്ളിയത്? ആർക്കും പൊള്ളിയിട്ടില്ല ഇവിടെ. ഇനി എന്താ PV അൻവർ പറയുന്നത്? അയാൾ പറയുന്നത് 188 കേസുകൾ മലപ്പുറത്ത് പിടിച്ചു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, അജിത് കുമാർ കൊടുത്ത കണക്ക്. ആ 188 കേസുകൾ, അതായത് സർക്കാർ പിടിച്ച 188 കേസുകൾ സംബന്ധിച്ച് ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോയെന്നാണ് അയാൾ വെല്ലുവിളിച്ചിട്ടുള്ളത്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിന് പകരം ഇയാൾ എന്തോ പാമ്പ് പിടിച്ച ഒരു 78 വയസ്സുകാരൻ, എനിക്കൊന്ന് വല്ല രോഗത്തും കൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ പിച്ചും പേയും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇന്നും കണക്ക് വായിക്കുകയാണ്. ഞാൻ ആ ഹിന്ദുവിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രം അടച്ചുപൂട്ടണമെന്ന് ആളുകൾക്ക് തോന്നും. ആ എഡിറ്ററുടെ വിശദീകരണം കണ്ടില്ലേ? എന്തൊരു അസംബന്ധം. PR ഏജൻസിയുടെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ പണി തുടങ്ങിയിട്ട് 10-27 വർഷമായി. കൂടെ PR ഏജൻസിയുടെ ആളെയും കൊണ്ടാണ് പോകുന്നത്. അല്ല, അത് N രാമനെ വിളിച്ച് ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് പറയിപ്പിച്ചതായിരിക്കാം. ഞാൻ ചോദിക്കുന്നത് അനിലേ, അല്ല, എന്നിട്ടും ഷാജഹാൻ, ഇന്നിപ്പോൾ കണക്ക് പറഞ്ഞ സമയത്തും മുഖ്യമന്ത്രി പറഞ്ഞതും അത് കൃത്യമായിട്ട് മലപ്പുറം ജില്ലയെ ഉദ്ദേശിച്ച് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ, അതായത് സ്വർണ്ണക്കടത്ത് പിടിച്ചതും പിന്നെ ഹവാല പണം, അതെല്ലാം കൃത്യമായിട്ടുള്ള അദ്ദേഹം കണക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴും അയാൾ അതാണ് പറയുന്നത്. ഹിന്ദുവിൻ്റെ കാര്യം ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച് സ്വർണം എങ്ങോട്ടാണ് പോകുന്നത് മറ്റെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗവർണർ ഭയങ്കര പെരുപ്പിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞു. ശരി, ബഹുമാനപ്പെട്ട ഗവർണർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം എന്താ? ഈ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെയുള്ള സ്വർണത്തിൻ്റെ ഒരു പങ്ക് ക്ലിഫ് ഹൗസിലേക്കാണ് പോകുന്നെന്നുള്ളത് വ്യക്തമല്ലേ ബഹുമാനപ്പെട്ട ഗവർണർ? അതുകൊണ്ടല്ലേ ഇതിനകത്തൊരു നടപടി ഉണ്ടാവാത്തത്. അല്ലാതെ തീവ്രവാദികൾ ഇത് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഒന്നുമല്ല. ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ അറിയേണ്ട ഒരു കാര്യമോ അനിലും അറിയേണ്ട ഒരു കാര്യമോ ഞാൻ പറയാം. ഇന്ന് ഈ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് കർണാടകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നു.
ഏതാ സ്വപ്ന ഇ ഡി ഇതിന്റെ വിചാരണ നടപടികൾ കർണാടകത്തിലേക്ക് മാറ്റണമെന്നും പറഞ്ഞിട്ടൊരു കേസ് അവിടെ കിടപ്പുണ്ട്. അത് കുറെ കാലമായിട്ട് ഇറങ്ങാതെ കിടക്കുകയാണ്, നമ്മുടെ ലാവ്ലിൻ കേസ് പോലെ. അത് ഇന്ന് സുപ്രീം കോടതി വന്നപ്പോൾ ഇ ഡിയുടെ പിന്നെ അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞു, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ SV രാജു അയാൾക്ക് ഇന്ന് സമയമില്ല, അയാൾ വേറൊരു കോടതിയിലാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ ചോദിച്ചെന്നറിയാവോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇ ഡിക്ക് എന്തേ താല്പര്യം ഇല്ലേ, കേസ് വാദിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്വർണത്തിൻ്റെയൊക്കെ പങ്ക് പോകുന്ന സ്ഥലങ്ങൾ വളരെ കൃത്യമാണ്. ഇതിൻ്റെ പങ്ക് ക്ലിഫ് ഹൗസിലേക്കും, ഇതിൻ്റെ പങ്ക് പി ശശിയുടെ കയ്യിലേക്കും, ഇതിൻ്റെ പങ്ക് ADGP അജിത് കുമാറിൻ്റെ കയ്യിലേക്കും ഒക്കെ പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇത് അഭംഗുരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റക്കാര്യത്തിൽ മാത്രം നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. ADGP സർക്കാർ പിടിച്ചിട്ടുള്ള കേസുകളെ കുറിച്ചെങ്കിലും ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ഇനി എത്ര ആരോപണങ്ങൾ പിന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്നു, ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം ഞാൻ ഈ കസേരയിരുന്ന് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആരോപണം സംബന്ധിച്ച് ഇന്നിപ്പോൾ അയാൾ 11 പേജിൻ്റെ ഒരു കത്തും കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അസന്നിഗ്ധമായി എതിരായിട്ടൊരു തെളിവ് കൊണ്ടുവന്ന് ഞാൻ അൻവറിൻ്റെ ചീട്ട് കീറിയില്ലേ? അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ പാവപ്പെട്ടവൻ ഈ 79 വയസ്സിൽ കിടന്ന് മോങ്ങുകയാണ്, സ്റ്റേജിൽ കയറുന്നുണ്ട്. എന്തൊരു ഗതികെട്ട ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളൂ. യെസ്